എറണാകുളം കോൺഗ്രസിലെ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ ആരോപണങ്ങൾ തള്ളി ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥി PA മുക്താർ. വ്യവസായിയാണ് മുക്താർ, പക്ഷേ വ്യവസായി എന്നതിനപ്പുറം താൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. നേതൃത്വമാണ് മത്സരിക്കാൻ പറഞ്ഞത്. തർക്കങ്ങൾ പരിഹരിക്കുമെന്നും PA മുക്താർ 24നോട്. 92 ഞാൻ BCom അല്ലമീൻ കോളേജ് ഇടത്തിൽ പഠിക്കുമ്പോൾ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു KSUവിൻ്റെ. അതിനുശേഷം ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയായി, അതിനുശേഷം കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയായി, പിന്നീട് ഞാൻ നിയോജക മണ്ഡലം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡൻ്റായി. അതുകൂടാതെ തന്നെ എൻ്റെ പാർട്ടി 2015 പഞ്ചായത്തിലേക്ക് മത്സരിക്കാനുള്ളൊരു അവസരം തരിക വഴി ഞാൻ വിജയിക്കുകയും ഞാൻ അന്ന് കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായി. അത് വിജയസാധ്യത മുൻനിർത്തിക്കൊണ്ട് എൻ്റെ പാർട്ടിയിൽ എന്നൊരു വിശ്വാസം ഉണ്ടായിക്കാണും. അതുകൊണ്ടായിരിക്കാം എന്നെ അങ്ങനെ ഒരു നിയോഗിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വിവരങ്ങളുമായി റാഫി കരീം ചേരുകയാണ് വിശദാംശങ്ങളുമായി. പറയൂ റാഫി. SKN വലിയ വിവാദമായ ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ 24നോട് സംസാരിച്ചത്. ഈ പേയ്മെന്റ് വിവാദം ആണ് പ്രധാനമായും ഉയർന്നു വന്നത്. അതിൽ പേയ്മെന്റ് നൽകിയാണ് ഈ സീറ്റ് വാങ്ങിയത് എന്നുള്ള ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് PA മുക്താർ. ഒരു തരത്തിലുമുള്ള പേയ്മെന്റും ഈ സീറ്റുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല. പാർട്ടി നിർദ്ദേശം തനിക്ക് മേൽ ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് സ്ഥാനാർത്ഥിയായത്. ഒപ്പം തന്നെ വ്യവസായി എന്നതിനപ്പുറം ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. KSU കാലം മുതൽ കോൺഗ്രസിനൊപ്പമാണ്, മറ്റെങ്ങും മാറിപ്പോയിട്ടില്ല. കോൺഗ്രസിനൊപ്പം തന്നെ സജീവമായി ഉണ്ടായിരുന്നു. പല സ്ഥാനങ്ങളും ഈ കാലയളവിൽ വഹിച്ചിട്ടുണ്ട്. 30 വർഷം ഈ പ്രസ്ഥാനത്തിനോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഒരിക്കൽ കോൺഗ്രസിന് വേണ്ടി പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ തൻ്റെ ഡിവിഷൻ അല്ലാതെ മറ്റൊരു ഡിവിഷനിൽ പോയി മത്സരിക്കുന്നതിൽ അങ്ങനെ ഒരു തീരുമാനം വന്നതിൽ അത് കോൺഗ്രസിൻ്റെ തീരുമാനമാണ്. അത് അംഗീകരിച്ച് മത്സരിക്കാനാണ് താൻ തയ്യാറെടുത്തത്. ഒപ്പം തന്നെ കീഴ്മാട് ഡിവിഷനിൽ മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷയുണ്ട്. കീഴ്മാട് നിലവിൽ വലിയ എതിർപ്പുകൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ ഉയർന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം എതിർപ്പുകളെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മുക്താർ പറയുന്നത്. ഇന്നലെ തന്നെ ഈ അബ്ദുൾ ജബ്ബാർ എന്ന DCC ജനറൽ സെക്രട്ടറി ഈ മുക്താറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC നേതൃത്വത്തിനും AICCക്കും പരാതി നൽകിയത് അബ്ദുൾ ജബ്ബാറാണ്. DCC ജനറൽ സെക്രട്ടറിയാണ്. ഈ അബ്ദുൾ ജബ്ബാറിന്റെ പേരായിരുന്നു കീഴ്മാട് ഡിവിഷനിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരിഗണിച്ചിരുന്നത്. ഈ അബ്ദുൾ ജബ്ബാറിനെ ഇന്നലെ മുക്താർ നേരിട്ട് പോയി കണ്ടിരുന്നു. അബ്ദുൾ ജബ്ബാറുമായി സംസാരിച്ചിരുന്നു. അബ്ദുൾ ജബ്ബാർ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മുക്താർ പറയുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പേരുകാരനാണ് ഷമീർ തുകലിൽ. A ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നത് ഷമീർ തുകലിനെ ആയിരുന്നു. ഷമീർ തുകലിനെ അടക്കമുള്ളവരെ നേരിട്ട് കണ്ട് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് ടീം UDF എന്ന നിലയിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് മുക്താർ വ്യക്തമാക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ മുക്താറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പട്ടിക പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശം DCC നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോർ കമ്മിറ്റി യോഗം ഇന്നോ നാളെയോ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നെല്ലിക്കുഴി ഡിവിഷനിലും ഒപ്പം തന്നെ കീഴ്മാട് ഡിവിഷനിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദമുണ്ടായത്. രണ്ട് വ്യവസായികൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.